അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെ വെച്ചിട്ടായിരുന്നു? 1/θ sin theta dou by dou theta sin theta dou theta by dou theta plus beta sin square theta is equal to minus 1/5 dou square 5 by dou 5 square. ഇനി നമ്മൾ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തീറ്റനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് ഏത് കോർഡിനേറ്ററിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫൈനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ഓരോ സൈഡിലെ ടേമിനെയും ഒരു കോൺസ്റ്റന്റിലോട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ഒരു കോൺസ്റ്റന്റിലോട്ട് ഇക്വേറ്റ് ചെയ്യാം, അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിനും ഒരു കോൺസ്റ്റന്റിലോട്ട് ഇക്വേറ്റ് ചെയ്യാം. ലെറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് ബി എം സ്ക്വയർ. എം സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ is equal to എം സ്ക്വയർ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ? 1/5 ഡോ സ്ക്വയർ 5 ബൈ ഡോ 5 സ്ക്വയർ is equal to എം സ്ക്വയർ. ഓൺ റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ എന്താ കിട്ടുക? മൈനസ് 1/5 ഡോ സ്ക്വയർ 5 ബൈ ഡോ 5 സ്ക്വയർ. റീഅറേഞ്ച് ചെയ്യാണ്. അതായത് ഈ 1/5നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ത് കിട്ടും? ഡോ സ്ക്വയർ 5 ബൈ ഡോ 5 സ്ക്വയർ is equal to minus എം സ്ക്വയർ 5 ഡോ സ്ക്വയർ 5 ബൈ ഡോ 5 സ്ക്വയർ പ്ലസ് എം സ്ക്വയർ 5 is equal to 0. ഏതാ ഇക്വേഷൻ? 5 ഇക്വേഷൻ. അതായത് പാർട്ടിക്കിൾ ഓൺ എ റിങ്ങിന്റെ സൊല്യൂഷൻ ആണ് എന്ത്? 5 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം അല്ലെ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടിക്കിൾ ഓൺ എ റിങ്ങിന്റെ ഡെറിവേഷൻ എഴുതണം. നമുക്കറിയാം സൊല്യൂഷൻ ഫോർ 5 ഇക്വേഷൻ എന്താ? ae⁻im5. പിന്നെ നമ്മൾ നോർമലൈസ് ചെയ്ത് എയുടെ വാല്യൂ എന്ത് കണ്ടുപിടിച്ചു? 1/√2π. പിന്നെ ക്വസ്റ്റ്യനില് ഇമാജിനറി ഫംഗ്ഷനെ റിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇമാജിനറി ഫംഗ്ഷനെ റിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പും കൂടെ എഴുതണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. 1/√2π e⁻im5. അപ്പൊ നമുക്ക് ഒരു പാർട്ട് കിട്ടിയിട്ടുള്ളൂ, അത് 5 ഇക്വേഷൻ ആണ്. ഇവിടെ അപ്പൊ 5 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ഇവിടെ എഴുതണം. ഇപ്പൊ നമ്മൾ എഴുതുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഇനി വേറൊരാളുണ്ട് അല്ലേ? ആരത്? ദേ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ടേം. ഈ ഇക്വേഷൻ എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? തീറ്റ എന്ന് പറഞ്ഞ കോർഡിനേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണു അല്ലേ? അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? തീറ്റ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, തീറ്റ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൊല്യൂഷൻ ഫോർ തീറ്റ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്.